പണ്ട് ഇവിടെ നടന്നിട്ടുള്ള ഒരു സംഭവത്തിനെയാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഇവിടെ ബ്രഹ്മരക്ഷസിന്റെ വിളയാട്ടം ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അത് വെറും പറച്ചിലല്ല, അതിന് ഓരോരുത്തരും ദൃക്സാക്ഷികളും ഉണ്ട്, കണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ ബ്രഹ്മരക്ഷസുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ, അത് ഞാൻ പറഞ്ഞുതരാം. ഈ ബ്രഹ്മരക്ഷസുകളെ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോണത്. ബ്രഹ്മരക്ഷസുകൾ എന്ന് കേൾക്കുന്ന സമയത്ത് ഇത് എന്താ സാധനാവോ എന്ന് പോലും വിചാരിക്കുന്നവരുണ്ടായിരിക്കും. ബ്രാഹ്മണര് മരിച്ചിട്ട് അത് അപകട മരണം സംഭവിക്കുകയെ അല്ലെങ്കിൽ അത്യാഹിതങ്ങളെ കൊണ്ട് സംഭവിച്ചിട്ടൊക്കെ മരിക്കുന്ന ബ്രാഹ്മണരുടെ ആത്മാക്കളാണ് അത്രയും ബ്രഹ്മരക്ഷസുകളായിട്ട് മാറുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. എന്തായാലും ബ്രഹ്മരക്ഷസ് ഉണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതിന്റെ ഞാൻ നേരത്തെ കാണിച്ചു തന്നല്ലോ. അപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ഒരു വീട് ആകെ പൊട്ടി പൊളിഞ്ഞിട്ടുള്ള ഒരു വീട് കണ്ടുവല്ലോ. ആ വീട്ടിലും പരിസരത്തും ഈ ബ്രഹ്മരക്ഷസിന്റെ വിളയാട്ടം ഇപ്പോഴും ഉണ്ട്. ആർക്കും ഉപദ്രവിക്കാത്ത രീതിയിലാക്കി മാറ്റിയിരിക്കുന്നു അവരേന്ന് മാത്രം. എന്താന്ന് വിചാരിച്ചാല്, ഒരു ദിവസം ആ വീട്ടില് പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിച്ചിരുന്ന, ഇപ്പോഴും ജീർണിച്ചു കിടക്കുകയാണ് ആ വീട്. അവിടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്നിട്ടുള്ള ഒരു വലിയ കാരണവരുണ്ടായിരുന്നു. ആ നാട്ടുപ്രമാണിയാണ്, കാരണവരുമാണ്. അയാള് സന്ധ്യ സമയത്ത് വീട്ടിലേക്ക് വന്ന് കയറുള്ളൂ. ചിലപ്പോ 7 മണിയൊക്കെ ആവും. അന്ന് റാന്തൽ വിളക്കുകൾ മാത്രമേ ഉള്ളൂ. പാലീസ് എന്നൊക്കെ പറയും, പഴയ റാന്തൽ വിളക്ക്. അത് തൂക്കി പിടിച്ചിട്ടാണ് യാത്ര. അല്ലെങ്കിൽ ചൂട്ട്, തെങ്ങിന്റെ ഓലയെ കൊണ്ട് ചൂട്ടുണ്ടാക്കിയിട്ട് കത്തിച്ചിട്ടേ യാത്ര ചെയ്യാൻ. വീട്ടിലോ ടോർച്ചോ ഒന്നും, ആധുനിക സൗകര്യങ്ങൾ യാതൊന്നുമില്ല. ഇപ്പൊക്കെയാണെങ്കിൽ കുട്ടികൾക്കോ വലിയവർക്കൊക്കെ മൊബൈൽ മതി, അതിലത്തെ ടോർച്ച് മതി സഞ്ചരിക്കാൻ. മെഴുകുതിരി പോലും ഇല്ലാത്തൊരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ ഈ എത്തി നോക്കുന്നത്. അപ്പൊ അയാൾ വരും മുമ്പ്, അയാൾ 7 മണിയൊക്കെ ആവും അദ്ദേഹം വീട്ടിൽ വരാൻ. അപ്പൊ വീട്ടില് അമ്മയും 6-7 മക്കളുണ്ട്. 2-3 ചെറിയ പെൺകുട്ടികളാണ്. അതിന്റെ മൂത്തത് 3-4. എത്രയായാലും മൂത്ത കുട്ടിക്ക് ഒരു 10 വയസ്സിൽ കൂടുതലായിട്ടില്ല. അവര് മാത്രമാണ് ഈ വീട്ടിലും ഈ ചുറ്റുവട്ടത്തൊന്നും വളരെയധികം ദൂരം വരെ, ഒരു 200 മീറ്ററിൽ അപ്പുറം വരെ വീടുകളില്ല. എന്നിട്ടാണ് ഒരു വീടുള്ളത്. അത്രയും ഏരിയ, അതായത് 8 ഏക്കറോളം സ്ഥലം അങ്ങനെ വ്യാപിച്ചു കിടക്കണ ഒരു ഏരിയയാണത്. ആരും ഉണ്ടാവില്ല. അപ്പൊ സന്ധ്യ ആവുമ്പോഴേക്കും വേഗം അവിടുത്തെ പണികളൊക്കെ കഴിച്ചിട്ട് അമ്മയും മക്കളും കൂടി അകത്തേക്ക് പോകും. ഒരു വേലക്കാരത്തി രാവും പകലും അവർക്ക് അവിടെ സഹായത്തിനുണ്ട്. ഒരു ദിവസം സന്ധ്യ നേരത്ത് ഈ സ്ത്രീ വിളക്ക് വെക്കാൻ വേണ്ടി പുറത്തേക്ക് വന്ന സമയത്ത് ഒരാള് പടി കടന്നു വരുന്നു. പടിപ്പുരയൊക്കെ ഉണ്ടേ. ആരാ ഈ സന്ധ്യ നേരത്ത് പടിപ്പുര കടന്നു വരാൻ എന്ന് പറഞ്ഞു നോക്കുമ്പോ ആളാരാന്ന് ഇവർക്ക് അറിയുന്നില്ല. ഒരാള് വന്നു. കുറച്ച് കുടിക്കാൻ വെള്ളം തരുവോ ചോദിച്ചു. ഓ, കഞ്ഞിര വെള്ളം തരാം, അവിടെ നിൽക്കൂ എന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീ പോയിട്ട് ഒരു തൂക്കുപാത്രം നിറച്ച് കഞ്ഞിര വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു. നിന്ന നിൽപ്പിൽ അത് മുഴുവൻ കുടിച്ചു കഴിഞ്ഞിട്ട് കുറച്ചുകൂടി. അപ്പൊ അയാളെ കണ്ടാൽ ഒരു അത്യാവശ്യം ഒരു യോഗ്യനാണ്, നന്ന ഒരു ഇതല്ല. ഈ സ്ത്രീ വീണ്ടും അകത്തേക്ക് പോയി വെള്ളം എടുത്തുകൊണ്ട് വന്നപ്പോ ആളില്ല. വെള്ളം ചോദിച്ചിട്ട് ഇപ്പൊ ആളെ എവിടേക്കാ പോയത് എന്ന് പറഞ്ഞിട്ട് പേരറിയില്ലല്ലോ, എടുത്ത് വിളിക്കാൻ നാടാടെ കാണില്ലേ. 4 പുറത്തൊക്കെ നോക്കി, പക്ഷെ നേരെ ഇരുട്ടായി വരുന്നു. വേഗം വിളക്ക് കത്തിച്ചിട്ട് ഇവരകത്തേക്ക് വന്നു. പിന്നെ ആ ആളെ കണ്ടിട്ടില്ല. അകത്ത് കടന്നു, വേഗം വാതിലടച്ചു. വേലക്കാരത്തിയോട് പറഞ്ഞു, ഇതാ ഒരാള് വന്നിരുന്നു, ഞാൻ കഞ്ഞിര വെള്ളം കുടിക്കാൻ കൊടുത്തു, ആളെ പിന്നെ കണ്ടിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞു. അതിനുശേഷം അപ്പൊ രാത്രി ഒരു 7-7:30 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മളുടെ കഥാനായകൻ കാരണവര് വരുന്നത്. കാരണവര് വന്നു നോക്കുമ്പോഴോ ഈ സ്ത്രീ ആകെ പേടിച്ചിരിക്കുന്നു. അപ്പൊ എന്താ ചിന്നമ്മോ ഇത്ര ഭയം, എന്ത് പറ്റി ചോദിച്ചു. അവ പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഇത് ഉണ്ടാവാറില്ല, ഞാൻ വെള്ളമൊക്കെ കൊടുത്തിരിക്കുന്നു, പക്ഷെ ആളെ കണ്ടിട്ടില്ല കേട്ടോ. ഒന്ന് അമർത്തി മോളി, കാരണം ഇയാളിങ്ങനെ കുറെ കേട്ടിട്ടുണ്ട്. ഇങ്ങനൊരു അന്ന് അത്താഴമൊക്കെ കഴിഞ്ഞിട്ട്, അതായത് 8-8:15 കുട്ടികളൊക്കെ കിടന്ന് കുട്ടികളെയും കൂട്ടിയിട്ട് മുകളിലേക്ക് ഇവര് പോകുകയാണ്. മുകളിലേക്ക് ഇങ്ങനെ കയറി പോണ സമയത്ത് അവിടെ ഒരു ജനലുണ്ട്. ആ ജനലിനുള്ളിൽ കൂടി വെറുതെ ഒന്ന് പുറത്തേക്ക് നോക്കിയപ്പോ എന്താ അവര് കണ്ട കാഴ്ച? ഒരു 4 ആൾക്കാര് വെള്ള വസ്ത്രങ്ങൾ ധരിച്ചിട്ടുള്ള, മുഖമൊന്നും ക്ലിയർ അല്ല, വ്യക്തതയില്ല.
എങ്കിലും 4 ആൾക്കാർ ആ അരമതിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എന്ന് ഇവർക്ക് കാണുന്നുണ്ട്. ഇതിപ്പോ ആരാ? അപ്പൊ അയാൾ ഒച്ചിട്ടു, ആരാടാ എന്താടാ ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ട് ഒച്ചിട്ടു. അതിന് മറുപടി കിട്ടിയത് എന്താ വെച്ചാ, ഉരുളങ്കല്ലുകൾ പെറുക്കി ഏറ്. കൃത്യമായിട്ട് ഈ ജനലിന്റെ ഉള്ളിൽ കൂടി ഏറ് വരാൻ തുടങ്ങി. ഏറ് വന്നിട്ട് ആ കല്ലും മരക്കഷ്ണങ്ങളും ഒക്കെ ഇവർക്ക് തലയിട്ട് നോക്കാനും പോലും പറ്റുന്നില്ല, ജനൽ അടയ്ക്കാനും പറ്റുന്നില്ല. അവരൊക്കെ ആ മുറിയിൽ നിന്ന് അടുത്ത മുറിയിലേക്ക് ഓടിപ്പോയിട്ട് അവിടെ ഉള്ള വാതിലടച്ച് രക്ഷപ്പെട്ടു എന്നാ പറയുന്നത്. കുറച്ചു കഴിഞ്ഞപ്പോ അതൊക്കെ നിന്നു, ശബ്ദം ബഹളമൊക്കെ നിന്നു. അതിന് മുമ്പേ ഈ കാരണവരെന്ത് ചെയ്തു, ആ റൂമിന്റെ ഉള്ളിലത്തെ ആ മുറിയുടെ ഉള്ളിലത്തെ ജനല് തുറന്നിട്ട് ഉറക്ക കൂക്കി വിളിച്ചു. ഓടി വരണേ എന്ന് പറഞ്ഞിട്ട് ഉറക്ക കൂക്കിയ സമയത്ത് ആ ഏറ്റവും അറ്റത്തുള്ള വീടുകളിലത്തെ ആൾക്കാരെന്ത് ചെയ്തു, പന്തൊക്കെ കൊളുത്തി ആയുസും പന്തൊക്കെ ഇട്ട് ആൾക്കാർ ഓടി വന്നപ്പോഴേക്ക് പിന്നെ യാതൊന്നും ഇല്ല, ഒക്കെ നിശബ്ദത. എന്തേ വിളിച്ചു എന്ന് ചോദിച്ചിട്ടാണ് ആൾക്കാർ വരുന്നത്. എന്തോ ഇവിടെ ഒരു ശല്യം കണ്ടു, 4 ആൾക്കാരെ കണ്ടു, ആരാണ് കാണില്ല. അവിടെയൊക്കെ കുറെയൊക്കെ തപ്പി തെരഞ്ഞു പോവുകയും ചെയ്തു, ഒന്നും കണ്ടിട്ടില്ല. പിറ്റേ ദിവസം എന്ത് ചെയ്തു, ഇനിയിപ്പോ ഇത് ആവർത്തിച്ച ബുദ്ധിമുട്ടാണല്ലോ, എന്താണ് ഇവിടെ നടക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും എല്ലാരും ചെയ്യണ പോലെ ഇയാളും പോയി ഒരു കണിയാന്റെ അടുത്ത് പോയി. കണിയാൻ രാശിയൊക്കെ വാരി വെച്ചു. രാശി വാരി വെച്ച് നോക്കിയിട്ട് പറഞ്ഞു, രക്ഷസിന്റെ ശല്യമുണ്ട്, വേറൊന്നുമല്ല, രക്ഷസിനൊന്നും കൊടുക്കാറില്ല അല്ലേ എന്ന് ചോദിച്ചു. ഇല്ല, കുറച്ചു കാലമായിട്ട് ഞങ്ങൾ അതിനെ പറ്റിയിട്ടൊന്നും ചിന്തിക്കാറില്ല. എന്നാൽ ഒട്ടും വൈകണ്ട, അത് കൊടുത്തോളൂ, എന്നിട്ട് ബാക്കി കാര്യം ആലോചിക്കാം, അല്ലെങ്കിൽ ഇരിക്കപ്പുറത്തി ഉണ്ടാവില്ല കേട്ടോ ഓർത്ത്. ശരി, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തോളാം എന്ന് പറഞ്ഞു. എന്നല്ലാണ്ടേ ആ ഇടിപിടിയെന്നൊന്നും പറഞ്ഞിട്ട് കാര്യങ്ങളൊന്നും നടക്കണ്ടായില്ല. പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിരിക്കുന്നു കൂട്ടിക്കോളും. എന്തൊക്കെ കാര്യമുണ്ട് അയാൾക്ക്? നാട്ടു മുഴുവൻ കൃഷിയും കാര്യങ്ങളും തോട്ടവും തോടിയും ഇതൊക്കെ അന്വേഷിക്കേണ്ടത് ഈ ഒരാളല്ലേ. മക്കളൊന്നും വലുതായിട്ടില്ലേനും. അങ്ങനെ അല്പം ഒരു അലക്ഷ്യത അതിന് വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2-3 ദിവസം കഴിഞ്ഞു നോക്കുമ്പോ രാത്രി തൊടിയെന്നൊരു പൊട്ടിച്ചിരിയൊക്കെ കേൾക്കണു. ഇതെന്താ? അത് അട്ടഹാസം പോലത്തെ ഒരു പൊട്ടിച്ചിരി. അയ്യോ, ഇയാൾക്ക് മനസ്സിലായി ഇനി വെറുതെ ഇരുന്നൂടാ. പിറ്റേ ദിവസം ഉണ്ടത്രേ ഒരു ബാല്യക്കാരൻ ഓടി വന്നിട്ട്, ഒക്കെ ബഹുമാനത്തിലേ നിൽക്കുള്ളൂ, കാര്യം പറയുമ്പോ ഒക്കെ വായ പൊത്തി നിൽക്കുക, അങ്ങനെയൊക്കെയാണ് അന്നത്തെ കാലത്തെ, നൂറ്റാണ്ടുകൾക്ക് അപ്പുറമുള്ള കാര്യമാണ്. എന്താ ചോദിച്ചപ്പോ പറഞ്ഞു, ഇന്നലെ അടിയൻ വരാൻ കുറെ വൈകിയിരിക്കണു. വരുന്ന സമയത്ത് ഇവിടുത്തെ പറമ്പില് തൊടിയില് വലിയ ഒരു വള്ളിയിലുണ്ട് ഒരു സ്ത്രീ ഇരുന്ന് ഊഞ്ഞാലാടുന്നു. ഞാൻ പേടി എന്താന്ന് വെച്ചോ, നല്ല സ്പീഡ് വെളുത്ത വസ്ത്രം ധരിച്ചിട്ടൊരു സ്ത്രീ ഇരുന്ന് ഊഞ്ഞാലാടുക. എന്താ തലമുടിയൊക്കെ കണ്ടാൽ ഞാൻ ഓടിയ ഓട്ടത്തില് പിന്നെ അവൾക്ക് പുല്ല് മുളക്കില്ല എന്ന് ഇയാള് പറഞ്ഞു അത്രേ. പിന്നെ ഇയാൾ ഒട്ടും വൈകിച്ചില്ല. കാരണം ഇതിന്റെ ശല്യം തുടങ്ങാൻ തുടങ്ങിയിരിക്കുന്നു ഇയാൾക്ക് മനസ്സിലായപ്പോ പണിക്കര് പറഞ്ഞിട്ടുള്ളത്, അതായത് കണിയാൻ പറഞ്ഞിട്ടുള്ള വിധത്തിലുള്ള വേണ്ട ഒഴിവാക്കലും ചെയ്യലും കൃത്യം തറകെട്ടലും ഒക്കെ ചെയ്തു. അപ്പോ ഇയാളുടെ അഭിപ്രായ പ്രകാരം 1 2 10-15 ആൾക്കാരുണ്ട് എന്നാണ്. ആ പൂജ വേണ്ട മാതിരിയൊക്കെ ചെയ്തു കഴിഞ്ഞ ശേഷം എന്തുണ്ടായി, അതങ്ങനെ കഴിഞ്ഞു പോയി. അപ്പഴേക്ക് കാലങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നുണ്ട്. കുറെ ദൂരെയാണ് ആൾക്കാർ, തമ്മിൽ അവനവന്റെ ആൾക്കാരായിട്ടാണ് തോന്നുക, സ്വന്തം ആൾക്കാരാണ് തോന്നൂത്രേ. എന്നിട്ടോ കുറച്ചു കഴിഞ്ഞ ആളെ കാണില്ല. പേടിക്കേണ്ടവർക്ക് അത് മതി, ബോധം കെട്ട് വീഴും ചിലര്. ഒരു ദിവസം ഇയാള് രാത്രി എന്തോ കാരണത്തിന് നേരം വൈകി വന്ന സമയത്ത് കൊലായിൽ കിടന്നു. കൊലായില് പായും തലോണിയൊക്കെ എപ്പോഴും സ്റ്റോക്കാ. കാരണം നേരം വൈകിട്ട് ചിലപ്പോ ആരെങ്കിലും ഒക്കെ വരികയാണെച്ചാല് അവിടെ കിടന്നോട്ടെ, പിന്നെ വാതില് തുറന്നിട്ട് പെണ്ണുങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് അവരവിടെ കിടക്കും. തലയ്ക്കൊരു വിളിച്ചോണ്ടാവും. എന്താ ചെറിയ ഒരു 2 മണി സമയമായിട്ടുണ്ടാവും. അയാൾ പെട്ടെന്ന് ഉറക്കത്തുനിന്ന് ഉണർന്നു. ഉണരന്റെ കാരണം ആരോ മുഖത്ത് ഇങ്ങനെ ഊതണമായി തോന്നത്രേ. ഫാനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, പുറത്ത് കാറ്റായിരിക്കും. ഉറക്കാവുന്ന സമയത്തായിരുന്നു ഉണർന്നിങ്ങോട്ട് വരാൻ അല്പസമയം നമുക്ക് ആവശ്യമാണ്. ആരാ അപ്പൊ മുഖത്ത് ഊതുന്നു എന്ന് പറഞ്ഞിട്ട് കണ്ണു പിടിച്ചു നോക്കുന്ന സമയത്ത് ആ വിളക്ക് കെട്ടിരിക്കുന്നു. വിളക്ക് കെട്ടും ചെയ്തു. ആകെ ഇരുട്ട്, നിലാവിന്റെ നേരിയ ഒരു ലാഞ്ചനേ ഉള്ളൂ. ഒരാളിങ്ങനെ തല ഇങ്ങനെ കൂമ്പിട്ടിട്ട് മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ടോ എന്നൊരു സംശയം. ചുറ്റുക്കനെ നീറ്റ് അവിടെ ഇരുന്നപ്പോ ഒരാള് നടന്നു പോകുന്നത് ഇയാൾ കാണുകയും ചെയ്തു. കള്ളനായിരിക്കും, അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ എന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്തു, തീപ്പെട്ടി എടുത്ത് വരച്ചു. അതിന്റെ ആവശ്യം ഉണ്ടായില്ല, കാരണം നിലാവുണ്ട്. ആ മുമ്പില് പോണു. കാണിച്ചില്ല, തൊടിയിരിക്കാണ് പോണതും.
അപ്പൊ ധാരാളം കഴുങ്ങുകളും അടയ്ക്കകളും ഒക്കെ ഉണ്ടേ. അപ്പൊ ഇത് പൊട്ടിക്കാനുള്ള വരവാന്ന് വിചാരിച്ചിട്ട് ഇയാൾ എന്ത് ചെയ്തു, ഒരു ഡിസ്റ്റൻസ്, ഒരു അകലം പാലിച്ചിട്ട് ഇതിന്റെ പിന്നാലെ പോയി. ആകെ വെള്ളം നിറം, വെളുത്ത ഒരു വസ്ത്രമാണ്, തലയിലും മുണ്ടിട്ടിട്ടുണ്ട്. അപ്പൊ പിന്നെ കാണരുതെന്ന് തന്നെയാണല്ലോ വിചാരം, തിരിഞ്ഞു നോക്കണമൊന്നുമില്ല. ആ പോക്ക് അങ്ങനെ പോയി കുറച്ചു ദൂരം ഇങ്ങനെ നടന്നു, തിരിഞ്ഞു മറിഞ്ഞു ഒരു വൃക്ഷത്തിന്റെ ചോട്ടിലെത്തിയ ഒരു പനയാണത്. പന എന്ന് പറഞ്ഞാൽ കരിമ്പനകളൊക്കെ ഉണ്ട് കേട്ടോ, കരിമ്പനയിൽ കായും ധാരാളം ഉണ്ട്. അതിന്റെ ചോട്ടിലെത്തലും ഇയാൾ ആ പനയമൊരായിട്ടിയാ, പിന്നെ ആളെ കാണാനില്ല. അയാൾ ആകെ പേടിച്ച് വിറച്ചു. കാരണവര് പിന്നെ ഓടിയ ഓട്ടം പറയണോ, കടച്ച് പിടിച്ച് വീട്ടിൽ വന്ന് അവിടെ വീണു. പിറ്റേ ദിവസം അയാൾക്ക് പൊള്ളണ പനി. എന്താ ഭയം കടന്നിരിക്കണ ഉള്ളിലേക്ക്, പേടിയായാ പിന്നെ പനിയൊക്കെ ഉണ്ടാവൂലോ നമുക്ക്. അങ്ങനെ ആ ഒരു സംഭവത്തോടു കൂടി ഇയാൾക്ക് ഭയങ്കര സംശയമായി. പിന്നെ കുറച്ചു ദിവസമൊക്കെ ഇയാൾക്ക് മുണ്ടാട്ടമില്ല, ഉരിയാട്ടമില്ല എന്നൊക്കെയായി. പിന്നെന്താ മന്ത്രം ഏലസ് ജപിച്ചു കെട്ട് അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അത്രേ ഇയാൾക്കൊന്ന് നോർമലായിട്ട് വന്നിരിക്കുന്ന ഇയാള്. ഈ കഥ ഇത് മാത്രമൊന്നുമല്ല, ഇത് ധാരാളം വീണ്ടും അനുഭവ കഥകൾ ആൾക്കാർക്ക് പറയാനുണ്ടായിരുന്നു അത്രേ. നിങ്ങൾ ആരും വിചാരിക്കേണ്ട ബ്രഹ്മരക്ഷസ് ഇല്ല. ഇപ്പോഴും ധാരാളം ആൾക്കാര് വർഷം തോറും രക്ഷസിന് കൊടുക്കുന്നുണ്ട് ഓരോ ഇല്ലപ്പറമ്പുകളില്. അന്വേഷിച്ചു നോക്കൂ, ഉണ്ട്.